മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം ഈ 2024 മാർച്ച് 31 സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അപ്പോൾ ഈ കക്കാട് സ്കൂളിലാണ് ആദ്യമായി ഞാൻ PSC കിട്ടി ജോലിയിൽ പ്രവേശിച്ചത്. അപ്പോൾ ഞാൻ ഏതൊക്കെ രൂപത്തിൽ ആയി തീർന്നുവോ അതൊക്കെ ഈ കക്കാട് സ്കൂളിൽ നിന്നാണ് ആയി തീർന്നത്. നിരവധി പ്രഗത്ഭരായ അധ്യാപകരുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചു. അതുപോലെ നിരവധി HMമാരുടെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ നാട്ടുകാരൻ തന്നെയായ ഭാസ്കര മാഷ്, അങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ ഇവിടെ പ്രധാനാധ്യാപകർ വരികയും അവരുടെ കീഴിലൊക്കെ ജോലി ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പഠിച്ച ധാരാളം കുട്ടികൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുകയും ഇപ്പോഴും നമ്മുടെ വിദ്യാലയവുമായുള്ള അടുപ്പം കാത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന അധ്യാപകരും പല പ്രദേശത്തുള്ള കേരളത്തിൻ്റെ പല പ്രദേശത്തുള്ള അധ്യാപകരാണെങ്കിലും ഇവിടെ ഈ കക്കാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കക്കാട് സ്കൂളിൽ പ്രവർത്തിച്ച കാലയളവ് അവരാസ്വദിച്ച ഒരു കാലഘട്ടം ഈ കക്കാട് സ്കൂളിലെ കാലഘട്ടമാണ് എന്ന് സംസാരത്തിൽ വ്യക്തമാക്കാറുണ്ട്. കക്കാട് GMEP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അയ്യൂബ് മാഷിൻ്റെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞത് വലിയ ഒരു നഷ്ടം തന്നെയാണ്. അദ്ദേഹം അതിരാവിലെ കാലത്ത് വളരെ നേരത്തെ സ്കൂളിലെത്തുകയും അതുപോലെ തന്നെ സ്കൂൾ പിരിഞ്ഞതിന് ശേഷം എല്ലാവരും പോയി അതിനുശേഷം ദീർഘനേരം സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് സ്കൂളിൽ ചെലവഴിക്കുന്ന ഒരു ശീലമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാല ജീവിതം സന്തോഷകരമാണെന്ന് ആവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. നമ്മളെ പ്രിയപ്പെട്ട അയ്യൂബ് മാഷ് 3 പതിറ്റാണ്ട് കാലത്തെ സേവനം അധ്യാപന രംഗത്ത് പൂർത്തിയാക്കി കക്കാട് GMEP സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ്. 27 വർഷം തൻ്റെ അധ്യാപന ജീവിതത്തിലെ 99% എന്ന് പറയാവുന്ന രീതിയിൽ 27 വർഷവും അദ്ദേഹം സേവനം ചെയ്ത് കക്കാട് GMEP സ്കൂളിലാണ്. ഒരു സ്കൂളിനെ തൻ്റെ വീട് പോലെ നോക്കി എന്നുള്ളതാണ് അയ്യൂബ് മാഷെ ഏറ്റവും വലിയ പ്രത്യേകത. വീട് വിട്ടാൽ മറ്റൊരു വീട് അദ്ദേഹത്തിൻ്റെ സ്കൂൾ മാത്രമാണ്.